ഇന്നൊരു ദൂത് നിങ്ങളുമായിട്ട് ഈ രാവിലെ പങ്കുവെക്കാൻ പോവുകയാണ്. और आज सुबह के समय आप लोगों के साथ एक संदेश को, एक वाणी को मैं बांटने जा रहा हूं। അത് ശമൂവേലിന്റെ പുസ്തകത്തിലെ ആ വാക്യമുള്ളത്. पहले शमूएल के पुस्तक में वो वचन है। ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം पहला शमूएल का पुस्तक, उसका पहला अध्याय, उसका 12वां पद। जब वो यहोवा के सामने ऐसी प्रार्थना कर रही थी, तब एली उसके मुंह की ओर ताक रहा था। हन्ना मन ही मन कह रही थी, उसके होठ तो हिलते थे, परंतु उसका शब्द ना सुन पड़ता था। इसलिए एली ने समझा कि वह नशे में है। എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദചിന്തയാണിതെല്ലാം. और हम सबके लिए काफी परिचित वचन है जो अभी हमने यहाँ पर पढ़ के सुना है। ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ പുസ്തകവും 2-ാമത്തെ പുസ്തകമൊക്കെ നമുക്കറിയാം. और शमूएल के पुस्तक, पहला शमूएल, दूसरा शमूएल, ये सारे पुस्तकों को हम अच्छे से जानते हैं। ശമൂവേല് ഒരു ന്യായാധിപനായിരുന്നു. शमूएल एक न्यायी था പിന്നീട് താൻ വലിയൊരു പ്രവാചകനായി. और उसके बाद वो एक बड़े भविष्यवक्ता बन गए। പക്ഷെ അദ്ദേഹം ഇതൊക്കെ ആകുന്നതിന് മുമ്പ് ये सब ऐसा कुछ बनने से पहले അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നടന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ. उनके परिवार में कुछ काम, जो घटना होती है, उसके बारे में हम मनन करेंगे। അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വെളി വരും മുമ്പ് या फिर शमूएल के अंदर से एक नबी प्रकट होने से पहले ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ആ വീട്ടിൽ നടന്നു. परमेश्वर के कुछ काम उस घर में होते हुए हम देख सकते हैं। അവിടെ തന്നെ വ്യക്തമാണ് എൽക്കാന എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. और वहां पे ही स्पष्ट रूप में लिखा है उनके पति का नाम एल्काना है അദ്ദേഹത്തിന്റെ മമ്മിയുടെ പേര് ഹന്ന. और उनकी मम्मी का नाम है हन्ना। അപ്പം അവൻ പഴയ നിയമമൊക്കെ ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് പെനീന. और उस समय में हम जानते हैं जो एक से अधिक पति पत्नियां उनके हुआ करती थी, इसलिए उनके दूसरे पत्नी का नाम था पेनीना। ആ പെനീനയെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് അവർക്ക് മക്കളുണ്ടായിരുന്നു. और पेनीना के बारे में वचन कहती है कि उनके बच्चे थे, പക്ഷെ ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. मगर हन्ना के बच्चे नहीं थे। ഇവരായിരുന്നു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. मगर ये प्रार्थना करने वाली एक स्त्री थी, പക്ഷെ ഇവരുടെ കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുക. मगर उस घर के अंदर काफी परेशानियों को हम देख सकते हैं। നിന്ദയുടെ അനുഭവങ്ങളായിരുന്നു കുടുംബത്തിന്. उस घर के अंदर उनके काफी निंदा और अपमान के अनुभव को हम देख सकते हैं। രണ്ടാമത്തെ വാക്യത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, दूसरे पद में वहां पर इस प्रकार लिखा है, ഇങ്ങനെ ആ എൽക്കാനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. वहां पर एल्काना के बारे में लिखा हुआ है। എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. एल्काना के 2 पत्नियां थी, ഒരുവൾക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്ന പേര്. एक का हन्ना और दूसरी का पनीना नाम था। പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. पनीना के तो बालक हुए, परंतु हन्ना के कोई बालक ना हुए। 3-ാമത്തെ വാക്യത്തിലുണ്ട്, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നമസ്കരിക്കുവാനും അവൻ യാഗം കഴിക്കുവാനൊക്കെ ശീലോവിൽ അവൻ പോകുമായിരുന്നു. और तीसरे पद में हम देखते हैं वह पुरुष हर साल अपने नगर से सेनाओं के यहोवा को दंडवत करने और मेल बलि चढ़ाने के लिए शीलो में जाता था। പല കാര്യങ്ങളാണ് ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് പിന്നീടുള്ള വാക്യങ്ങൾ കാണാൻ പറ്റും. आगे के हालेलुया वचनों में उनके परिवार के संबंध में काफी सारी बातों को हम देख सकते हैं। 6-ാമത്തെ വാക്യം, 6वां पद, യഹോവ അവിടെ നന്മയെ അടച്ചിരുന്നത് കൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുമായിരുന്നു. 6वें पद में लिखा है, परंतु उसकी सौत इस कारण से कि यहोवा ने उसकी कोख बंद कर रखी थी, उसे अत्यंत छिड़ाकर कुड़ाती रहती थी। ഒരു നല്ല മനുഷ്യനായിരുന്നു. यहाँ पर हम देखते हैं एल्काना एक अच्छा मनुष्य है, ഇന്ന് നല്ല മനുഷ്യന്മാരെ കാണാൻ കുറവാണ്.
देखो आजकल के समय में अच्छे लोग मिलना काफी मुश्किल है, बहुत ही कम है। പക്ഷെ ആ കാലത്തിലും നല്ല ഒരു മനുഷ്യനായിരുന്നു എൽക്കാന. मगर उस समय में एक अच्छा व्यक्ति था वो। കുടുംബം എങ്ങനെയും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. और वो एक वो व्यक्ति चाहता था कि उसका परिवार बड़े शांति पूर्ण रूप से आगे बढ़ते जाए। പക്ഷേ പെനീന പലപ്പോഴും ഒരു പ്രതിയോഗിയായി മാറി. मगर पेनीना जो थी वो उसके विरोध में हमेशा बात करती रहती थी, കാര്യം അവൾക്ക് പറയുവാൻ മാനുഷികമായി നോക്കിയാൽ എല്ലാം ഉണ്ട്. क्योंकि मानसिक तौर से देखा जाए तो उसको बोलने के लिए सारी आशीषें उसे मिली हुई हैं। മാനുഷികമായിട്ട് നോക്കിയാൽ അവർക്ക് മക്കളുണ്ട്. मानसिक तौर से देखा जाए तो पनीना के बच्चे हैं। അവള് എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞാൽ ഹന്നായെക്കാളും ഒരു പടി മുകളിലാണ് മാനുഷികമായി. और मानसिक तौर से जब देखते हैं तो पेनीना हर बातों में, हर कामों में हन्ना से एक कदम आगे ही थी। പക്ഷേ ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. मगर हन्ना के बारे में हम देखते हैं, हन्ना प्रार्थना करने वाली एक स्त्री है, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. वो प्रार्थना करने वाली एक व्यक्ति थी। പക്ഷേ ആയിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് കുത്തുവാക്കുകളും നിന്ദകൾ കൊണ്ട് നിറയുന്ന സമയം मगर जिस परिवार में वो रह रही है उस परिवार से ही हालेलुया, परिवार के लोगों से ही निंदा के, अपमान के हालेलुया शब्दों को वो सुन रही हैं। ഒരു വീട്ടിന്റെ അകത്ത് ഒരാൾ സന്തോഷിച്ച് ജീവിക്കുന്നു, മറ്റൊരാൾ കരഞ്ഞ് ജീവിക്കുന്നു. और एक ही घर में, एक ही परिवार में एक व्यक्ति काफी खुशियों में जी रहा है, मगर दूसरा व्यक्ति काफी दुख में जी रहा है। 7ാമത്തെ വാക്യം, 7वां पद, അവരുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തേക്ക് और परमेश्वर के भवन में जाते समय ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. और हर साल प्रतिवर्ष वो ऐसा ही करती थी। അവളെ പ്രകോപിച്ചുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. और लिखा है कि यहोवा के भवन को जाती थी और वो रोती और खाना भी नहीं खाती थी। കാരണം ഹന്ന ദൈവത്തിന്റെ ആലയവുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീയായി. हन्ना परमेश्वर के भवन के साथ इस स्त्री का एक संबंध है प्रियो। പക്ഷേ അവിടെ ചില ബ്ലെസ്സിങ്ങുകളെ യഹോവ അടച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. मगर वचन इस प्रकार कहता है कि हन्ना की आशीषों को परमेश्वर ने ही रोक रखा था। പാരമ്പര്യ ശക്തികൾ അടച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. परंपरागत शक्तियों ने रोका ऐसा नहीं लिखा है। മന്ത്രവാദ ശക്തികൾ അടച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. जादू टोने की शक्तियों ने रोका ऐसा नहीं लिखा है। യഹോവ ചിലത് അടച്ചിരിക്കുക. मगर यहाँ पे लिखा है कि यहोवा ने ही उसके कोख को बंद कर रखा है। പക്ഷെ യഹോവയെ അടച്ചെങ്കിലും ആലയത്തിൽ പോകുന്ന ആ വഴിപാട് കഴിക്കുന്ന അല്ലെങ്കിൽ ആണ്ടുതോറും പോകുന്നത് അവൾ മുടക്കിയിട്ടില്ല. परमेश्वर ने उसकी आशीषों को रोक रखा है, उसके बावजूद भी हन्ना हर साल परमेश्वर के भवन में जाती थी, वो मन्नतें चढ़ाती थी। പക്ഷേ ഇവൾക്ക് വീട്ടിന്റെ അകത്തൊരു പ്രതിയോഗിയുണ്ട്. मगर इस स्त्री के लिए इस घर, उसके घर में ही एक प्रतियोगी भी है। ദൈവത്തിന്റെ മക്കളെ, ചില പ്രതിയോഗിമാർ നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാ. परमेश्वर के लोगों, कुछ विरोधी लोग हमारे घर के अंदर ही हो, वो भी कभी कभार अच्छा होता है, अच्छाई के लिए ही होता है। പ്രതിയോഗിമാർ അല്ലെ നമ്മുടെ ഓഫീസിലുള്ളത് നല്ലതാ. कुछ प्रतियोगी या विरोधी लोग हमारे ऑफिस में हो, वो भी हमारे लिए कभी कभार अच्छा ही होता है। ചില പ്രതിയോഗിമാർ നമ്മുടെ ചർച്ചിലുള്ളത് നല്ലതാ. ऐसे विरोधी लोग हमारे कलीसिया में भी जो हैं, वो भी सब अच्छाई के लिए ही होता है। നമ്മുടെ ദേശത്തുള്ളത് നല്ലതാ. हमारे देश में ऐसे लोग हो, वो भी अच्छाई के लिए होता है। അതിനെയൊക്കെ ചിലര് നമ്മളെ കുത്തുവാനുള്ളപ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാൻ തയ്യാറാകുന്നത്. क्योंकि जब हमें छुपाने के लिए या फिर हमारा विरोध करने के लिए जब लोग होते हैं, तो ही हम प्रभु की उपस्थिति में गिरते हैं, प्रभु की उपस्थिति में रोते हैं और प्रार्थना करते हैं। എല്ലാം അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ നാം ഉപവസിക്കാൻ മറന്നിരിക്കാം. अगर सारी बातें हमारे अनुकूल है तो हो सकता है कि हम उपवास करना भी छोड़ दें। എല്ലാ രാവിലെയും എല്ലാ പകലും എല്ലാ രാത്രിയിലും ഹന്നായെ വാക്കുകൾ കൊണ്ടും സ്വഭാവ രീതി കൊണ്ടും അല്ലയോ കുത്തുവാക്കുകൾ പറഞ്ഞ് നിന്നാവാക്കുകൾ പറഞ്ഞു അപമാനിക്കാൻ ഒരു പ്രതിയോഗി ആ വീട്ടിന്റെ അകത്തുണ്ടായിരുന്നു. देखो, हर दिन सुबह, हर दिन रात, हालेलुया, हर सुबह हर रात, हालेलुया, हन्ना को छुपाने के लिए, उसकी निंदा करने के लिए, उसको अपमानित करने के लिए उसके घर में ही एक स्त्री को हम देख सकते हैं। അതുകൊണ്ട് ഹന്നായുടെ ജീവിതം മുഴുവനും പട്ടിണിയായിരുന്നു, ഉപവാസമായിരുന്നു.
इसलिए हम वहां पर वचन में क्या पढ़ते हैं प्रियो, इस वजह से हन्ना का जीवन उपवास और प्रार्थना में हालेलुया वो बिताती थी। അവൾ സ്വഭാവം കൊണ്ട് കുത്തുന്നത് കൊണ്ട്, വാക്കുകൾ കൊണ്ട് കുത്തുന്നത് കൊണ്ട് ഇവൾ പട്ടിണി കിടക്ക, ഇവൾ ഉപവാസം കിടക്ക ദൈവത്തിന്റെ മുമ്പിൽ. देखो उसके विरोधी इसको काफी छुबन और इसके जीवन में काफी निंदाओं को हालेलुया करने की वजह से हन्ना परमेश्वर की उपस्थिति में भूखी है, वो उपवास कर रही है, रो रही है, प्रार्थना कर रही है। ഇവളുടെ നന്മ അടച്ചിരിക്കുന്ന യഹോവയാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. देखो वचन में साफ साफ लिखा है कि इसकी भलाइयों को रोकने वाला व्यक्ति वो परमेश्वर ही थे। ദൈവം ചിലത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. प्रियो अगर परमेश्वर ने कुछ भलाइयों को रोका है तो उसके पीछे भी एक वजह है। അത് ഈ ഒരു വിഷയം മാത്രമല്ല, ദൈവം ചില കാര്യങ്ങളെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. वो केवल इतना ही नहीं, मगर जो परमेश्वर की आशीषों, परमेश्वर ने जिन आशीषों को रोक रखा है, जो लोग विश्वास करते हैं कि उसके पीछे भी परमेश्वर की एक योजना है, वे लोग परमेश्वर की स्तुति करें। കൃത്യമാസം നടന്നു കാണത്തില്ല, ചിലത് കൃത്യം വർഷം നടന്നു കാണത്തില്ല, ചിലത് കൃത്യമായിരിക്കുന്ന സമയത്ത് സംഭവിച്ചു കാണത്തില്ല. പക്ഷേ നീ പിറുപിറുക്കാൻ തയ്യാറാകാതെ യഹോവ ചിലത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വെളിപ്പെടാൻ പോകുന്നത് ഒരു ഭയങ്കര മഹത്വമായിരിക്കും. അത് ചെറുതല്ല, അത് വലിയതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. और जो लोग विश्वास करते हैं कि आपके जीवन की आशीषों को जो परमेश्वर ने हालेलुया रोक रखा है, बंद कर रखा है, हालेलुया वो हालेलुया आपके नाश विनाश के लिए नहीं मगर परमेश्वर के नाम की महिमा के लिए है, जो लोग ऐसा विश्वास करते हैं वे परमेश्वर की स्तुति करे। प्रियो യഹോവ അടക്കിയ മാത്രമല്ല, അതേ നിന്നെ നിന്ദിക്കാൻ ഒരു പ്രതിയോഗിയും കൂടെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോണം, നിനക്ക് വെളിപ്പെടാൻ പോകുന്ന വിഷയം ഭയങ്കര മഹത്വകരമായ ഒരു വിഷയമായിരിക്കും നിന്നിലൂടെ സംഭവിക്കാൻ പോകുന്നത്. और आप लोग ऐसा विश्वास करें कि परमेश्वर ने यदि आपके जीवन के हालेलुया आशीषों को केवल रोक के ही नहीं रखा मगर उसके ऊपर आपकी निंदा करने के लिए, आपको अपमानित करने के लिए यदि परमेश्वर ने किसी को रखा है, तो आप समझ लेना कि जो महिमा आपके जीवन में प्रकट होने जा रही है वो काफी ही महिमामय होगा। प्रियो ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹന്നയോട് പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിന്റെ അകത്ത് ജനിക്കാൻ പോകുന്നത് ലോകത്തെ ഇളക്കി മറിക്കുന്ന ഒരു ന്യായാധിപനായിരിക്കും, ഒരു പ്രവാചകനാ വെളിവരാൻ പോകുന്നത്. और परमेश्वर ने हालेलुया ये सारी घटनाएं जब घट रही थी उस समय परमेश्वर ने हन्ना से इस प्रकार कहा कि जो हालेलुया तेरे अंदर प्रकट होने जा रहा है वो पूरे दुनिया को हिला देने वाला एक बड़ा सामर्थी न्यायी होगा, वो एक भविष्यवक्ता होगा। ഒരു നിസ്സാരക്കാരനല്ല വരാൻ പോകുന്നത്. जो बाहर निकलेगा वो एक साधारण व्यक्ति नहीं है, പട്ടണങ്ങളെ ഭരിക്കുന്ന ഒരു ദൈവപുരുഷനാ വെളിവരാൻ പോകുന്നത്. मगर अनेक शहरों पर राज करने वाला एक परमेश्वर का दास बाहर आने जा रहा है। രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരാളെ വെളിവരാൻ പോകുന്നത്. राजाओं का अभिषेक करने वाला एक व्यक्ति आपके अंदर से निकलने जा रहा है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, आज मुझे सुनने वाले भाइयों और बहनों, ഈ ദൂതിനെ ആത്മീയത്തിലേക്കൊന്ന് മാറ്റാം. इस संदेश को हम आत्मिक रूप में हम बदल देंगे। ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തെല്ലാം പട്ടണങ്ങളെ ഭരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ, ഒരു അഭിഷേകം അറിഞ്ഞു കിടപ്പുണ്ട്. और इन दिनों में हालेलुया अनेक शहरों पर न्याय करने के लिए, राज करने के लिए एक हालेलुया आत्मिक मनुष्य हमारे अंदर छुपा हुआ है। നമ്മുടെ അകത്തെല്ലാം ഒരു പ്രവാചകൻ മറഞ്ഞു കിടപ്പുണ്ട്. हम सब लोगों के अंदर एक भविष्यवक्ता छुपा हुआ है। നമ്മുടെ അകത്തെല്ലാം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു കരം മറഞ്ഞു കിടപ്പുണ്ട്. हम सब लोगों के अंदर राजाओं को भी अभिषेक करने का एक हाथ छुपा हुआ है। ഈ ദിവസങ്ങളിൽ അത് വെളിയിൽ വരണമെങ്കിൽ ചില പെനീനമാര് നമുക്ക് എതിരെ നിൽക്കും. अगर इन दिनों में हालेलुया वो सब हमारे अंदर से बाहर निकलना है तो पनीना जैसे कुछ लोग हमारे विरोध में आएंगे। प्रियो ഹന്നായിക്ക് പെനീന അനുകൂലമായിരുന്നുവെങ്കിൽ, अगर हन्ना के जीवन में पनीना अनुकूल होती അവൾ പട്ടിണി കിടക്കത്തില്ലായിരുന്നു. तो हन्ना कभी भी भूखी नहीं रहती। ഒരുപക്ഷെ അനുകൂല സാഹചര്യത്തിൽ സന്തോഷിച്ച് എല്ലാവരും മരിക്കുന്ന പോലെ അവളും മരിച്ചാണ്. और अगर पनीना भी हन्ना के अनुकूल होती तो वे लोग उस परिवार में आनंदित रहते और खुशियों के साथ जिस प्रकार सब लोग अपना जीवन जीते हैं ऐसे जी कर एक साधारण व्यक्ति के समान उसका जीवन भी समाप्त हो चुका होता। ചിലരെ പ്രതികൂലമാക്കി കുത്തുവാക്കുകൾ കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുമ്പോൾ, നീ നിലവിളിക്കുമ്പോഴാണ്
ദൈവം അടച്ച ചിലതിനെ ദൈവം മഹത്വത്തോടെ തുറക്കാൻ പോകുന്നത്. मगर हालेलुया ऐसे निंदा करने के लिए, आपके विरोध में बोलने के लिए कुछ लोगों को परमेश्वर जब रखते हैं, जब आप उस समय प्रार्थना करते हैं, उपवास करते हो, तो परमेश्वर हालेलुया वहां पर अपनी महिमा को प्रकट करते हैं. 2020 സെപ്റ്റംബർ മാസം ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിലത് ആത്മാവിൽ വിളിച്ചു പറയാൻ പോവുകയാണ്. 2020 इस सितंबर के महीने आज सुबह के समय आप लोग भी आत्मा में कुछ घोषित करने जा रहे हो. ദൈവം വീട്ടിലാക്കി വെച്ചിരിക്കുന്ന പെനീനമാരെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. आप लोग भी अपने घरों में हालेलुया जो परमेश्वर के द्वारा रखे हुए पेनीना जैसे लोगों के लिए आप आत्मा में धन्यवाद करना शुरू करें. ഓഫീസിലാക്കി വെച്ചിരിക്കുന്ന പെനീനമാരെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. आपके ऑफिस में परमेश्वर के द्वारा रखे हुए पेनीना लोगों के लिए आप परमेश्वर को धन्यवाद दें. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പെനീനമാരെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയത്തിലേക്ക് വരാൻ പോവുകയാണ്. और आप ऐसे समय की ओर आ रहे हो जब आपके ऑफिस में हो, आपके घर में हो, आपके देश में हो, पनीना जैसे लोगों के लिए आप भी परमेश्वर की स्तुति करने जा रहे हो. അപ്പോൾ ചിലരെ പ്രതികൂലമാക്കി മാറ്റിയതിന്റെ പിന്നിൽ നമുക്ക് ഭയങ്കര ചില മറുപടികൾ നമ്മുടെ കയ്യിലേക്ക് ദൈവം തരാൻ പോവുകയാട്ടോ. और हालेलुया बनीना जैसे लोगों को हमारे विरोध के लिए जो प्रभु ने रखा है, उसके पीछे परमेश्वर की यही योजना है कि परमेश्वर अद्भुत कामों को हमारे हाथों में देगा. ദൈവം കൊടുത്ത ഹന്നായ്ക്ക് ദൈവം കൊടുത്ത മറുപടി ആയിരിക്കുന്ന ശൗമേൽ ഒരു ചെറിയ വ്യക്തിയാണോ? देखो हन्ना के जीवन में हालेलुया जो उसकी प्रार्थना के उत्तर के रूप में मिला हुआ शमूएल, क्या वो छोटा व्यक्ति था? നോ, അദ്ദേഹം ഒരു ചെറിയ വ്യക്തിയല്ലായിരുന്നു. मगर मैं कहना चाहता हूं नहीं, वो एक छोटा व्यक्ति या साधारण व्यक्ति नहीं था. താൻ മുതൽ ബർശബ വരെയുള്ള ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. वचन कहता है कि धान से लेकर बर्शेबा तक परमेश्वर का एक विश्वास योग्य दास था वो. ആ ദേശത്തെ ന്യായപാലനം ചെയ്യുന്ന ഒരു ന്യായാധിപനായിരുന്നു. देखो उन देशों पर न्याय करने वाला एक न्यायी था वो. രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് വെക്കുന്ന ഒരു അഭിഷക്തനായിരുന്നു. और राजाओं का भी अभिषेक करके रखने वाला एक अभिषक्त दास था वो. നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ കരത്തിൽ ദൈവം തരാൻ പോവുകയാണ്. और तूने भी उम्मीद नहीं की होगी ऐसे कुछ चमत्कारों को परमेश्वर तेरे हाथों में देने जा रहा है. നിന്നെ അനുഭവിക്കുന്ന ഹന്നായെ നിനക്കൊരു മകനെ തന്ന് ആശ്വസിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. और निंदा को सहने वाले हन्ना केवल एक साधारण सा बेटा या बच्चा देकर मैं तेरे सांत्वना तुझे नहीं देना चाहता. തരുന്നത് അസാധാരണമായ ഒന്നിനെയാണ് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. मगर परमेश्वर इस प्रकार कहते हैं कि जो मैं तुझे दूंगा वो एक असाधारण हालेलुया व्यक्ति होगा. 2020 ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ഈ സെപ്റ്റംബർ മാസം 2020 सितंबर के महीने में मैं कुछ लोगों से इस प्रकार भविष्यवाणी करना चाहता हूं. നിന്ദകളിലൂടെ, അപമാനങ്ങളിലൂടെ, പല സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നിനക്ക് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു മറുപടി തന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തരുന്ന മറുപടി മഹത്വമുള്ളതാ, 100 ഇരട്ടി മഹത്വമുള്ള ചിലതാ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്. और हालेलुया आज के दिन मैं आप लोगों से कहना चाहता हूं, जो हालेलुया जिन परेशानियों से, जिन निंदाओं में से, जिन अपमानों में से आप लोग गुजर रहे हो, उसके बीच में केवल एक उत्तर, ये केवल एक छुटकारा देने के लिए नहीं, मगर महिमामय उत्तर को परमेश्वर आपके जीवन में देना चाहता है. വിശ്വാസത്തോടെ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. परमेश्वर के लोग विश्वास के साथ परमेश्वर की स्तुति करना शुरू करें प्रियो. അപ്പോൾ ഹന്ന അല്ലെങ്കിൽ പെനീന പ്രതികൂലമായത് ഹന്നയ്ക്ക് നന്മയായി ഭവിച്ചു. देखो यहाँ पर पेनीना जो हन्ना के प्रतिकूल थी, वो हन्ना के लिए आशीष का कारण हो गया. രണ്ടാമത്തെ ദൂത്, എൽക്കാന ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. और दूसरा संदेश ये है, एल्काना काफी प्रेमी पुरुष था. അദ്ദേഹം ഒരു ഓഫർ കൊണ്ടുവച്ചു. और उसने एक ऑफर हन्ना के सामने रखा. ഹന്നയോട് ചോദിച്ചു, എന്തിനാ പട്ടിണി കിടക്കുന്നത്? हन्ना से उसने पूछा कि तू भूखी क्यों है? എന്തിനാ നീ കരയുന്നത്? तू यहाँ पर क्यों रो रही है? അങ്ങനെയുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ऐसे लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. दूसरे लोगों के दुखों को जो समझ सकते हैं, ऐसे लोगों के लिए मैं प्रभु का धन्यवाद करना चाहता हूँ. ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? यहाँ पर एल्काना अपनी पत्नी हन्ना से पूछ रहा है कि तू क्यों रोती है? എന്തിനാ പട്ടിണി കിടക്കുന്നത്? तू भूखी क्यों है? നീ എന്തിനാ വ്യസനിക്കുന്നത്? तेरे हृदय में दुख क्यों है? എഴുന്നേക്ക്, ആഹാരം കഴിക്കുക. चल उठ, जाके कुछ खा ले. പെനീനയ്ക്കും അവിടെ 10 മക്കൾക്കും കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഓഹരി ഞാൻ നിനക്ക് തരാം.
और पनीना और उसके बच्चे को जो आशीष मैं देता हूं उसका 10 गुना उससे ज्यादा मैं तुझे दूंगा। ഓഫർ ഇതാ, ഓഹരി വേണോ ഷൗമേല് വേണോ? देखो उनका ऑफर यही था कि तुझे आशीष चाहिए या फिर शमूएल चाहिए। ഇന്ന് പലരെയും തകർക്കുന്ന ചില ഓഫറുകൾ ജീവിതത്തിൽ വരാറുണ്ട്. देखो आजकल लोगों को हालेलुया गिराने के लिए, नाश करने लायक ऑफर्स उनके जीवन में आ जाते हैं। മക്കളെ, ഒരു ഓഫറിനും ചാടി യെസ് പറയരുത്. परमेश्वर के लोगों, किसी भी ऑफर के सामने आप जल्दीबाजी में हाँ मत बोल देना। എൽക്കാന വന്ന് സ്നേഹത്തോടെ പറയുക, एल्काना बड़े प्रेम के साथ आकर कहता है, ഹന്നായ്ക്കും 10 മക്കൾക്കും കൊടുക്കുന്ന ഓഹരിയുടെ ഇരട്ടി ഞാൻ നിനക്ക് തരാൻ തയ്യാറാ ഹന്നായെ. और एल्काना ने हन्ना से बोला कि हालेलुया पेनीना को और उसके 10 बच्चों को जो आशीष मैं देता हूं उससे कहीं गुना अधिक मैं तुझे देने के लिए तैयार हूं। ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ ചാടി എഴുന്നേറ്റ് സ്തോത്രം പറയും. अगर आजकल के लोग होते तो वहां से अपने आंसुओं को पोंछकर उठकर खड़े होकर हालेलुया बोलते। കാര്യം വില കൊടുക്കാതെ കിട്ടുന്ന നന്മയല്ലേ? क्योंकि देखो बिना कीमत चुकाए, बिना मेहनत किए हुए आशीष हैं जो हाथों में आ रहा है। എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. क्या दिक्कत है? उसमें कोई भी दिक्कत नहीं। പക്ഷേ ഹന്ന പറഞ്ഞു, मगर हन्ना ने बोला, എനിക്ക് ഓഹരി വേണ്ട, मुझे तेरी आशीष नहीं चाहिए, എനിക്ക് വേണ്ടത് ഷൗമേലിനെയാ. मुझे शमूएल चाहिए। ഈ ദിവസങ്ങളിൽ നിന്നെ ചില ഓഹരിക്കകത്ത് ഒതുക്കാൻ പിശാച് ആഗ്രഹിക്കുന്നത്. इन दिनों में शैतान भी तुझे थोड़ा बहुत आशीष देकर वहीं पर तुझे सीमित रखना चाहता है। നിന്നിൽ വെളിപ്പെടേണ്ട ദൈവമഹത്വത്തിന്റെ ജനനത്തെ അല്ലിയ മാറ്റി, നിന്റെ ലക്ഷ്യത്തെ ഡൈവേർട്ട് ചെയ്ത് മാറ്റി, നിന്നെ ചില പണത്തിന്റെ അകത്ത് അല്ലെങ്കിൽ നിന്നെ ഏതൊരു സാഹചര്യത്തിന്റെ അകത്ത് ഒതുക്കി കളഞ്ഞ ദൈവിക പദ്ധതി നശിപ്പിക്കാൻ ആ സാത്താന്റെ പ്ലാൻ. और शैतान की योजना भी तेरे जीवन में यही है कि परमेश्वर के उस लक्ष्य तक ना पहुंचते हुए तेरे जीवन में हालेलुया पैसा दिखा के या फिर तात्कालिक आशीषों को दिखाकर अपने लक्ष्य में से तुझे फेर दे, मोड़ दे, ये शैतान चाहता है। പ്രാർത്ഥിക്കുന്നവർ ചില ഓഫറുകൾ തള്ളിക്കളയണമെന്നായി ദൈവം. मगर उन लोगों के लिए जो लोग प्रार्थना करते हैं उन लोगों के लिए संदेश यही है, आपके सामने आने वाले कुछ ऑफर्स को आप ठुकरा सकते हो। ഓഫറുകൾ നിന്നെ ഒതുക്കി കളയാനാ. क्योंकि कुछ ऑफर्स जो आपके जीवन में आते हैं वो आपको सीमित कर देने के लिए होगा। നിന്നെ വീട്ടിൽ അല്ലിയ നിന്റെ മേൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങളെ നശിപ്പിക്കുവാനാ. आपके जीवन में आपके ऊपर प्रकट होने के लिए जो परमेश्वर के वायदाएं हैं वो समाप्त करने के लिए होगा, जो शैतान ऑफर लेकर आता है। നിങ്ങൾ ശ്രദ്ധിക്കണം, ഹന്ന ചിന്തിക്കുക, അത് നല്ലതല്ലേ? यहां पर आप लोग देखिएगा, हन्ना भी तो सोच रही होगी ये तो अच्छी बात है, നാ ഓഹരി മേടിച്ചേക്കാം. चलो नहीं तो फिर हम उस जायदाद को या फिर आशीष को ले लेते हैं। അങ്ങനെ എൽക്കാനയോട് കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. इस प्रकार मैं एल्काना के साथ खुशी के साथ जी सकती हूं। ഇങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ अगर हन्ना ने ऐसा सोचा होता, ഷൗമേൽ എന്ന് പറയുന്ന ഒന്നാമത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും ഉണ്ടാകുമായിരുന്നു. तो शमूएल नाम के पहला पुस्तक और दूसरा पुस्तक क्या हमारे सामने आज होता? ശൗലിനെയും ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ഒരു അഭിഷക്തൻ ഉണ്ടാകുമായിരുന്നു. शाऊल और दाऊद को अभिषेक करने वाला एक अभिषेक दास अगर होता, ശക്തനായ ഒരു പ്രവാചകൻ വെളിവരുമായിരുന്നു. क्या फिर एक सामर्थी भविष्यवक्ता वहां पर उत्पन्न हुआ होता? ഒരു ദൈവിക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദേശത്തെ ന്യായാധിപതിയായ ന്യായപാലനം ചെയ്യുന്ന ഒരു ലീഡർ ഉണ്ടാകുമായിരുന്നു. या फिर हालेलुया उन देशों में हालेलुया सिंहासन में रहकर उन देशों का न्याय करने के लिए क्या एक अच्छा न्यायाधीश होता? ഒരിക്കലും സംഭവിക്കത്തില്ല. नहीं, कभी भी ऐसा नहीं हुआ होता प्रियो। പറഞ്ഞു, എൽക്കാന നിന്റെ സ്നേഹത്തിന് നന്ദി, हन्ना ने बोला कि है एल्काना तेरे प्रेम के लिए बहुत बहुत धन्यवाद, നിന്റെ ഓഹരി എനിക്ക് വേണ്ട. मगर तेरी जो आशीषें हैं, जो जायदाद है वो मुझे नहीं चाहिए। ആ ഓഹരി എന്നെ ഒതുക്കുന്ന ഓഹരിയാ. जो आशीष तूने ऑफर मुझे किया है वो मुझे यहीं पर सीमित कर देगा। എന്റെ മേൽ വെളിപ്പെടാനുള്ള ദൈവിക പദ്ധതിയെ തകർക്കുന്ന ഓഹരിയാ. और जो आशीषें तूने जो मेरे सामने रखी है वो मेरे जीवन की परमेश्वर की योजनाओं को, आशीषों को रोकने वाली ऑफर्स हैं। പൂർണ്ണ മനസ്സോടെ ഞാൻ അതിനെ തള്ളിക്കളയുന്നു. अन्ना ने बोला कि मैं अपने पूरे मन से उसको ठुकरा रही हूं। അവൾ ആലയത്തിലേക്ക് പോയി, वो परमेश्वर के भवन की ओर गई, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. वो रोते हुए चिल्लाते हुए परमेश्वर के सामने प्रार्थना करने लगी। യഹോവ അവളുടെ അപേക്ഷ കേട്ടു. यहोवा परमेश्वर ने उसकी विनतियों को सुन ली അവൾക്കൊരു ശൗമേലിനെ കൊടുത്തു. और उसको एक शमूएल बालक को दान दिया। ഇന്ന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ,
आज मुझे सुनने वाले परमेश्वर के लोगों, ഇന്ന് ശൗമേൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രവാചകനെ അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാം. और शमूएल नाम के एक महान भविष्यवक्ता को हम वहां पर देख सकते हैं. ഇന്ന് അതൊന്നുമല്ല എന്റെ സബ്ജക്ട്. आज मेरा ये सब नहीं था जो मेरा विषय है. ഈ ദിവസങ്ങളിൽ ചില പെനീരമാരെ നമുക്ക് പ്രതികൂലമാക്കി വെച്ചതിന്റെ പിന്നിൽ നമ്മളിൽ ഒരു വലിയ ദൈവിക ജനനം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. मगर मैं इन दिनों में आपसे कहना चाहता हूं, हमारे विरोध में कुछ पेनीना जैसे लोगों को प्रभु ने जो रखा है ताकि हमारे अंदर एक आत्मिक जन्म इन दिनों में उत्पन्न हो. റൈറ്റ്, ആത്മീയ ജനനം കർത്താവ് ആഗ്രഹിക്കുക. एक आत्मिक जन्म परमेश्वर हमारे अंदर चाहते हैं. അത് വലിയ ചില വിഷയത്തിന് മറുപടിയായിരിക്കും. वो बहुत बड़े विषयों का एक उत्तर बनने जा रहा है. അപ്പോൾ ശൗമേൽ വന്ന് ശക്തനായ പ്രവാചകനായിട്ട് ലോകത്തിന്റെ പല ദിക്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ और शमूएल वहां पर आकर बड़े सामर्थी भविष्यवक्ता के समान जब दुनिया के विभिन्न भागों में वो जा रहे थे, അന്ന് ഹന്ന ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. उस समय हन्ना परमेश्वर के भवन में आकर उसने प्रार्थना की, ദൈവമേ, അങ്ങ് തന്ന പെനീനയ്ക്കായി സ്തോത്രം. परमेश्वर आपके द्वारा दिए हुए उस पेनीना के लिए मैं धन्यवाद करती हूँ. അവൾ എന്നെ കുത്തുവാനില്ലായിരുന്നെങ്കിൽ, अगर वो मुझे छुपाने के लिए वो मेरे साथ नहीं होती, അവൾ എന്നെ ദുഃഖിപ്പിക്കാനില്ലായിരുന്നെങ്കിൽ, अगर वो मुझे दुखी करने के लिए पेनीना मेरे साथ अगर नहीं होती, എനിക്ക് ഈ പ്രവാചകൻ ജനിക്കത്തില്ലായിരുന്നു. तो मेरे अंदर से ये भविष्यवक्ता का जन्म नहीं हुआ होता. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പെനീനമാരെ ഓർത്ത്, നാട്ടിലുള്ള പെനീനമാരെ ഓർത്ത്, ചർച്ചിലുള്ള ഓഫീസിലുള്ള പെനീനമാരെയൊക്കെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്ന ദിനങ്ങളായി മാറാൻ പോകുക കേട്ടോ. और इन दिनों में हालेलुया आपके घर के अंदर, आपके हालेलुया परिवारों में, आपके देश में, कलीसियाओं में हालेलुया जो पनीना लोग हैं उनके लिए आप आनंदित होने जा रहे हो, നിന്നിലുള്ള ശക്തൻ വെളിവരാൻ പോവുകയാണ്. क्योंकि आपके अंदर से वो सामर्थी योद्धा बाहर निकलने जा रहा है. നിന്നിലുള്ള ഒരു ശക്തൻ ഉണ്ട് നിന്റെ അകത്ത്. आपके अंदर एक सामर्थी व्यक्ति है प्रियो. നിങ്ങളോട് തന്നെ പറയുന്നത്, നിന്റെ അകത്ത് ഒരു ശക്തനുണ്ട്. यस, आप लोगों से हम कह रहे हैं आपके अंदर एक सामर्थी योद्धा छुपा हुआ है. വെളിയിൽ കൊണ്ടുവരാൻ പോവാ ദൈവം. उसको परमेश्वर बाहर इन दिनों में निकालने जा रहा है. ശക്തനായ ചില പ്രവാചകന്മാർ വെളിവരാൻ പോവാ. कुछ सामर्थी भविष्यवक्ता लोग इन दिनों में तैयार होने जा रहे हैं. ദൈവത്തിന് അനുരൂപമായ ചില ദൈവപുരുഷന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തന്മാർ നിന്നിൽ നിന്ന് വെളിവരാൻ പോവുകയാ. परमेश्वर के सदृश्य हालेलुया या परमेश्वर के अनुरूप हालेलुया कुछ सामर्थी योद्धा लोग आपके अंदर से बाहर निकलने जा रहे हैं. അഭിഷേകം ചെയ്യുന്നവർ വെളിവരാൻ പോവുകയാ. अभिषेक करने वाले लोग आपके अंदर से निकलने जा रहे हैं. അത് വെളിവരാൻ പോവുകയാ. आपके अंदर वो तैयार होने जा रहा है. നിങ്ങൾ അല്ലെ പ്രതികൂല സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ദിനങ്ങളിലേക്ക് നിങ്ങൾ വരുന്നു. और आपके प्रतिकूल अनुभव के लिए आप एक दिन आएगा जब आप परमेश्वर की स्तुति करोगे. ഈ ദിവസങ്ങളിൽ ചില സാത്താൻ കൊണ്ടുവരുന്ന ഓഫറുകൾ മേടിച്ച് ദൈവപദ്ധതിയിൽ നിന്ന് മാറിയാരും ഇരിക്കില്ല കേട്ടോ. और इन दिनों में शैतान के लाए हुए कुछ ऑफर्स को रिसीव करके स्वीकार करके परमेश्वर की योजनाओं से आप अलग ना बैठे प्रियो. യെസ് പറയേണ്ടത് യെസ് പറയണം. जिस पे हाँ बोलना है उस पर हाँ बोलो. നോ പറയേണ്ടത് നോ പറയണം. जिस विषय में ना बोलना है उस विषयों पर ना ही बोलो. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. परमेश्वर आपकी सहायता करे. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. एक पल अपनी आंखों को बंद करे प्रार्थना करेंगे. എല്ലാ കണ്ണുകളും അടച്ചു.